സമാദരണീയരായ സഹകാര്യദർശി കേരള ഹജ്ജ് കമ്മിറ്റിയുടെ സാരഥി 90ാം വാർഷിക സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ ഷെയ്ഖുന ഓട്ടുമല ബാപ്പു മുസ്ലിയാർ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم. ആദരണീയനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖ്യ കാര്യദർശി സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, വേദിയിലുള്ള ബഹുമാന്യരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയങ്കരനായ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി, മറ്റ് നേതാക്കളെ, ഈ മഹത്തായ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ ബഹുമാന്യരായ കാരണവന്മാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരികളെ, താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിന്റെ 90 വർഷത്തെ ചരിത്രം അയവിറക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ മതപരമായ വളർച്ചയിലുണ്ടായ വളരെ പ്രധാനമായതും വളരെ നിർണായകമായതുമായ 3 കാലഘട്ടം. ആ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ കേരളീയ മുസ്ലിങ്ങളെ ലോക മുസ്ലിങ്ങൾക്ക് പോലും അനുകരിക്കാൻ പറ്റുന്ന വിധത്തിൽ, മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിൽ ഇസ്ലാമികമായി അവരെ വളർത്തിയെടുത്തിട്ടുള്ളത് എന്നത് ചരിത്ര സത്യമാണ്. ആ 3 കാലഘട്ടത്തിലെ 1ാം കാലഘട്ടം പരിശുദ്ധമായ ദീന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന മഹാത്മാക്കളായ മാലിക് ദീനാറും അനുയായികളും. അവരാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്, അതിനിവിടെ പ്രചരിപ്പിച്ചത്, അതിനെ ഇവിടെ പ്രബോധനം ചെയ്തത്, അതിനെ ഈ പരിശുദ്ധ ദീന് സ്വീകരിച്ച അനുയായികളെ ഇവിടെ വാർത്തെടുത്തുണ്ടാക്കിയത്. അവരുടെ ആ കാലഘട്ടം തൊട്ട് നീണ്ട കാലം ആ പറയപ്പെട്ട മുസ്ലിമീങ്ങളുടെ എല്ലാ പൈതൃകവും പാരമ്പര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ഇവിടെ നിലകൊണ്ടിരുന്നു എന്നതാണ് കേരളത്തിന്റെ ചരിത്രം. എന്നാൽ ആ കാലഘട്ടം നൂറ്റാണ്ടുകൾ പിന്നിട്ട് വന്നപ്പോൾ അതിനൊന്നുകൂടി പ്രൗഢി കൂട്ടുന്ന, മാറ്റുകൂട്ടുന്ന വിധത്തിലാണ് കേരളീയ മുസ്ലിങ്ങൾക്ക് രണ്ടാമത്തെ അവരുടെ ദീനിയായ വളർച്ചയിലെ ഏറ്റവും പ്രധാനമായ ഒരു കാലഘട്ടം, മഖ്ദൂമി കാലഘട്ടം അവർക്ക് ലഭിക്കുന്നത്. ഈ 2ാം കാലഘട്ടം മഖ്ദൂമികളുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടം നമുക്കൊക്കെ അടുത്തായതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിനെ സംബന്ധിച്ച് ഓർക്കുകയും പറയുകയും സ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ മഖ്ദൂമി കാലഘട്ടം അവരുടെ ആസ്ഥാനം പൊന്നാനിയിലാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂമിയങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഈ മത നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അവരുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയിലൊക്കെ ആവശ്യമായ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാക്കി അവരെ
ലോകത്തിന് തന്നെ മാതൃകായോഗ്യരാകുന്ന വിധത്തിൽ അതിമഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ ഉടമയാക്കിയെടുത്ത കാലഘട്ടമായിരുന്നു മഖ്ദൂമി കാലഘട്ടം. ആ രണ്ടാമത്തെ കാലഘട്ടവും പിന്നിട്ട് വന്നപ്പോൾ കേരളീയ മുസ്ലിങ്ങളുടെ ഏറ്റവും അനുഗ്രഹീതമായ മൂന്നാം കാലഘട്ടമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ലഭിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ച കാലഘട്ടം. സമസ്തയുടെ കാലഘട്ടം വന്നു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാലഘട്ടങ്ങളുടെ പാരമ്പര്യങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ, അവരുടെ പൂർവികന്മാര് ഇവിടെ മാറ്റിയെടുത്ത മാറ്റങ്ങൾ, അതിന്റെയൊക്കെ ഗുണഫലങ്ങളൊക്കെ അനുഭവിച്ചു വന്ന കേരളീയ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളുടെ ആ പഴയ പാരമ്പര്യങ്ങളൊക്കെ തന്നെ ശരിക്കും അടിയുറപ്പിച്ച് ആ പാരമ്പര്യത്തെ നിലനിർത്തിപ്പോരുന്ന ഏറ്റവും മഹത്തായ, ഏറ്റവും വലിയ പ്രധാനമായ ഒരു പ്രവർത്തനത്തിന്റെ കാലഘട്ടമാണ് ബഹുമാനപ്പെട്ട സമസ്ത എന്ന ഈ പണ്ഡിത പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നിർവഹിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മൂന്നാം കാലഘട്ടം. ഈ മൂന്ന് കാലഘട്ടങ്ങളാണ് മുസ്ലിങ്ങൾക്ക് ഇവിടെ ഇത്രയും വലിയ അനുഗ്രഹീത വളർച്ച ഉണ്ടാക്കിക്കൊടുത്തത് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ മൂന്നാം കാലഘട്ടം ബഹുമാനപ്പെട്ട സമസ്തയുടെ കാലഘട്ടം. ആ മൂന്നാം കാലഘട്ടത്തെ സമസ്തയുടെ ആ തുടക്കം കുറിക്കപ്പെട്ട കാലഘട്ടം തന്നെയാണ് ഇന്നിവിടെ നമ്മൾ 90-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ താനൂർ പ്രദേശത്തിന്റെ എന്നല്ല, കേരളത്തിന്റെ തന്നെ അഭിമാന സ്തംഭമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ട മഹത്തായ ഇസ്ലാഹുൽ ഉലൂം അറബി കോളേജ്. ഈ ഇസ്ലാഹുൽ ഉലൂം ആരുണ്ടാക്കി? സമസ്തയെ ആരുണ്ടാക്കി? അവർ തന്നെയാണ് ഇസ്ലാഹുൽ ഉലൂം ഉണ്ടാക്കുന്നത്. സമസ്തക്ക് 90-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് സമസ്ത. 90 വയസ്സ് സമസ്തക്ക് തികഞ്ഞെങ്കിൽ അതുപോലെ 90 വയസ്സ് തികഞ്ഞ മഹത്തായ പ്രസ്ഥാനമാണ് താനൂർ ഇസ്ലാഹുൽ ഉലൂം. ഈ ഇസ്ലാഹുൽ ഉലൂമിന്റെ ചരിത്രം അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കുറെയെല്ലാം ബഹുമാനപ്പെട്ട നേതാക്കന്മാരും ഉസ്താദുമാരും അത് നമുക്ക് നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. എന്നാൽ ഇസ്ലാഹുൽ ഉലൂം ഇതിന്റെ സ്ഥാപകനാണ് ബഹുമാനപ്പെട്ട മർഹൂം പാങ്ങൽ ഉസ്താദ്, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവരാരായിരുന്നു? ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ് സമസ്തയുടെ സ്ഥാപകനായ വരക്കൽ തങ്ങളൊപ്പം ഈ മഹത്തായ പണ്ഡിത പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കി അതിന്റെ പ്രചാരണത്തിന് വേണ്ടി അതിന്റെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനത്തിനും നേതൃത്വം നൽകി കേരളം മുഴുവൻ ഓടി നടന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ്. അവരാണ് ഈ മഹത്തായ സ്ഥാപനവും ഉണ്ടാക്കിയത്. ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചല്ലോ, മഹാനവറുകൾ ഇവിടെ തൊണ്ടയിടറിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടി തന്റെ ശബ്ദം മുഴുവനും ഉപയോഗപ്പെടുത്തിയ മഹാനായ പാങ്ങൽ ഉസ്താദ്. അതേപോലെ തന്നെയായിരുന്നു മഹാനവറുകൾ ഈ പരിശുദ്ധമായ ഈ സ്ഥാപനത്തിനും അദ്ദേഹത്തിന്റെ കാലം വിനിയോഗിച്ചിട്ടുള്ളത് എന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അതാണ് താനൂർ ഇസ്ലാഹിന്റെ ചരിത്രം. അപ്പൊ ഈ സ്ഥാപനം സമസ്തയുടെ ചരിത്രമാണ്. ഈ സ്ഥാപനത്തിന്റെ ചരിത്രം സമസ്തയുടെ ചരിത്രമാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ എണ്ണാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനമായ എന്നാൽ ഏറ്റവും ആദ്യമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ട കേരളത്തിന്റെ ബാക്കിയാത്ത് എന്ന് പറഞ്ഞ മഹത്തായ സ്ഥാപനം അതാണ് ഇസ്ലാഹ്. ആ ഇസ്ലാഹുൽ ഉലൂം 90 വർഷം പിന്നിട്ട ചരിത്രമൊക്കെ നമുക്കറിയാം. ആദ്യകാലത്ത് ഇവിടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഇവിടുത്തെ മഹത്തുക്കളായ ഇവിടുത്തെ പ്രിൻസിപ്പാൾമാരൊക്കെ ആരായിരുന്നു? കേരളത്തിലെ തുല്യതയില്ലാത്ത മഹാത്മാക്കളായ പണ്ഡിതന്മാർ. അവരുടെ അറിവും അവരുടെ കഴിവും അവരുടെ പാണ്ഡിത്യവും അവരുടെ പരിശുദ്ധിയുമൊക്കെ കേരളീയർ മുഴുവനും മനസ്സിലാക്കിയതാണ്. അങ്ങനത്തെ വലിയ പ്രഗത്ഭന്മാർ അവരാണ് ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇടക്കാലത്ത് ഈ മഹത്തായ സ്ഥാപനത്തിന് ചെറിയ ഒരു ക്ഷീണം സംഭവിച്ചെങ്കിലും അൽഹംദുലില്ലാഹ് ഈ ബാക്കിയാത്ത് കേരളത്തിന്റെ ബാക്കിയാത്ത് വീണ്ടും അതതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചല്ലോ.
257 വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതും ഈ കാലഘട്ടത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം, മതപ്രബോധന രംഗത്ത് പണ്ഡിതന്മാർക്ക് ആവശ്യമായ എല്ലാ കഴിവുകളും, അവർക്ക് ഭാഷാ കഴിവ് വേണം, പ്രസംഗ കഴിവ് വേണം, പ്രബോധന കഴിവ് വേണം, എഴുത്തിന്റെ കഴിവ് വേണം. അവർക്ക് എന്തെല്ലാം ഇന്നത്തെ ഈ പുതിയ യുഗത്തിന്, ആ യുഗത്തോട് അവർക്ക് സംവദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാ കഴിവുകളും, അതിനെ മുഴുവനും ആർജിച്ചെടുക്കാനും നേടാനും പറ്റുന്ന പ്രത്യേകമായൊരു പരിഷ്കൃത സിലബസാണ് ഇവിടെ നടക്കുന്നത്, ദാറുൽ ഹുദയുടെ സിലബസ്. അതാണ് ഇന്ന് ബാക്കിയാത്ത്, ആ മഹത്തായ ബാക്കിയാത്ത്, പഴയ ബാക്കിയാത്ത് ഇന്നതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്ക് അസ്ലഹി ബിരുദം നേടിയ ഈ സമുദായത്തിന്റെ ദീനീ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, പ്രബോധന രംഗത്ത്, പ്രസംഗ രംഗത്ത്, കലാരംഗത്ത് എല്ലാത്തിലും ശോഭിച്ചു നിൽക്കാൻ പറ്റുന്ന പ്രഗത്ഭരായ 50 പണ്ഡിതന്മാരെയാണ് ഇന്ന് സമുദായത്തിന് ഇവിടെ വെച്ച് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ചരിത്രം ഇന്ന് കേരളത്തിൽ പറയാനുണ്ടെങ്കിൽ അത് ഈ ഇസ്ലാഹുൽ ഉലൂമിന് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവന്ന്, ഇതിനെ ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചല്ലോ, മാസം തോറും ഉണ്ടാകുന്ന ഭീമമായ ഇതിന്റെ ചെലവ്, ഈ ചെലവ് എങ്ങനെയാണത് വഹിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഇതിന് നിർവഹിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിപ്പോരുന്നത്, അതിനാവശ്യമായ നിർലോഭമായ സഹായങ്ങൾ സമുദായത്തിലെ നല്ലവരായ ആളുകളുടെ തുറന്ന മനസ്സാണ്. അവരതിന് തയ്യാറാകുന്നു. ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചതുപോലെ തന്നെ ഏറ്റവും വിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളാകാൻ പറ്റുന്ന, ഏറ്റവും വിശുദ്ധമായ സമ്പാദ്യമുണ്ടാക്കുന്നവരാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ. അവരെ യാതൊരു കളങ്കവുമില്ലാത്ത, കറപുരളാത്ത, ഏറ്റവും വിശുദ്ധമായ ഒരു ജോലിയിലൂടെ, അധ്വാനത്തിലൂടെയാണ് അവരവരുടെ സമ്പത്തുണ്ടാക്കുന്നത്. അങ്ങനത്തെ സമ്പത്ത് അവർ അധ്വാനിച്ചുണ്ടാക്കുമ്പോൾ അതിന്റെ നല്ലൊരു ഭാഗം അവർക്ക് ഇല്ലെങ്കിൽ പോലും അവർ ഈ സ്ഥാപനത്തിന് കൊടുക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെയാണ് ഈ സ്ഥാപനം ഈ നിലക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ആളുകളായി മാറണം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 4 വിഭാഗക്കാർ ഈ സമുദായത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ, 5ാമത്തൻ ഒരുത്തനും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അതാണ്. എന്റെ ഉമ്മത്ത് അതിൽ 4 വിഭാഗം, 4 ജാതിയെ പാടുള്ളൂ, 5ാമത്തെ ഒരു കൂട്ടർ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ എണ്ണി പറഞ്ഞ കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബ വലാ തകുൻ ഖാദ. നിങ്ങളിൽ ഓരോരുത്തരും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ എൽമ് കേൾക്കുന്നവരോ, അതിനൊന്നും സാധിക്കാത്ത ജീവിത ചുറ്റുപാട് കൊണ്ട് അതിനൊന്നും പറ്റാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ എൽമിനെ സ്നേഹിക്കുന്നവരോ ആകണം. 4ാമത്തെ സ്ഥാനത്താണ് അവരെ പറഞ്ഞിട്ടുള്ളതെങ്കിലും അവരുടെയും സ്ഥാനം വളരെ വലിയ സ്ഥാനമാണ്. ഇതല്ലാത്തൊരു 5ാമൻ ഈ സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. അത് സ്വീകരിച്ചു പോന്ന മുസ്ലിം സമുദായം ആ മഹത്തായ വാക്ക് ഇവിടെ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് ഇവിടെ പണ്ഡിതന്മാരുണ്ടായത്, പണ്ഡിതന്മാര് അതുപോലെ വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ദീനിന്റെ അറിവ് കേൾക്കാൻ താല്പര്യപ്പെട്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇവിടെ ഇപ്പൊ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ സമ്മേളിച്ചിരിക്കുന്നു. എന്താണിത്? ഇത് വലിയ മഹാന്മാരായ സാദാത്തുക്കളും പണ്ഡിതന്മാരും ഇവിടെ വന്ന് അവരുടെയൊക്കെ ആ ഉപദേശം കേട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ സാധിച്ചെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു വന്നവരാ ഇങ്ങനത്തെ മുസ്തമിഈങ്ങൾ, ഇങ്ങനെ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുന്നത്. അതിനൊന്നും സാധിക്കില്ലെങ്കിൽ പോലും ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ മനസ്സ് ഈ സ്ഥാപനത്തിന്റെ കൂടെയുണ്ട്, ഈ സദസ്സിലുണ്ട്. അതുകൊണ്ട് അവര് എപ്പോൾ അവർക്ക് അവസരം കിട്ടിയാലും അതിനനുസരിച്ചുകൊണ്ട് അവർ സഹായിക്കാൻ തയ്യാറാകുന്നു. അങ്ങനത്തെ മുഹിബ്ബീങ്ങൾ ഇവര് 4ഉം ഈ സമുദായത്തിലുണ്ടായത് കൊണ്ടാണ് പരിശുദ്ധ ദീന് ഒരു കേടും കൂടാതെ ആ ദീന് ജീവസച്ച ദീനായിക്കൊണ്ട് ഈ സമുദായത്തിന്റെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് ഹയാത്തുൽ ഇസ്ലാം. എൽമ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഹയാത്ത. എൽമില്ലാതെയായ ഇസ്ലാമിന് ഹയാത്തില്ലാതെയായി. ഇസ്ലാമിന് ഹയാത്തില്ലാതെയായാൽ പിന്നെ നമുക്ക് ഹയാത്തില്ല. നമ്മളുടെ ഹയാത്ത് യഥാർത്ഥത്തിൽ ദീനാണ്.
യഥാർത്ഥ ഹയാത്ത് നമ്മളുടെ ദീനാണ്. ആ ദീന് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഹയാത്തുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവസുറ്റ സമുദായമാകാൻ, അങ്ങനെയുള്ള ഒരു ദീനാകാൻ സാധിക്കണമെങ്കിൽ ഈ ഇൽമിനെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്നേ പറ്റൂ. അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ ഏറ്റെടുത്ത് അതിന് വേണ്ട വിധത്തിൽ സഹകരിച്ചും സഹായിച്ചും നമ്മളുടെ പങ്ക് നിർവഹിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് നിങ്ങൾ എല്ലാവരും എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ ഈ ഒരു സദസ്സിന് മാത്രം ഒരു വിഷയമല്ല പറയുന്നത്. ഇവിടെ ഇതിന് സ്ഥായിയായ ഒരു വരുമാനം 4-5 ലക്ഷം രൂപ മാസം തോറും വരുന്ന ചെലവുകൾ വഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥായിയായ വരുമാനം അത് ഇസ്ലാഹിന് ഇല്ല എന്ന് നമുക്കറിയാം. ഇവിടെ കേട്ടല്ലോ, നമുക്ക് ഒരുപാട് വഖഫ് സ്വത്തുക്കളൊക്കെ മഹാനായ പാങ്ങൽ ഉസ്താദിന്റെ കാലത്ത് അദ്ദേഹം ഇവിടെയുള്ള ജനങ്ങളെ മുഴുവനും ബോധവൽക്കരിച്ചുകൊണ്ട് അവരൊക്കെ ദീനിയായ നിങ്ങളുടെ കടമ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കലാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയപ്പോ അവരൊക്കെ അതിനുവേണ്ടി വളരെ അങ്ങേയറ്റം സഹായിച്ച് ഉണ്ടാക്കിയ ഒരുപാട് സ്വത്തുക്കൾ ഇതിനുണ്ടായിരുന്നു. പക്ഷേ